ഹായ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ആഗ്രഹത്തിന് വേണ്ടി ഒരു നാടൻ പൂവൻകോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് റെഡിയാക്കി എടുത്തതാണ്. പണ്ടൊക്കെ വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ കോഴിയെ ഓടിച്ചിട്ട് പിടിക്കത്തില്ല. ഇപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല കേട്ടോ. അതുപോലെ ഇന്ന് പിടിച്ച് എടുത്ത് റെഡിയാക്കി കഷ്ണിച്ചെല്ലാം വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഇതിന് വേണ്ട ചെറിയ ഉള്ളി വെച്ചാണ് ഞങ്ങളിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. 1/2 കിലോ മിച്ചം ചെറിയ ഉള്ളിയുണ്ട്. അതിന് 5-6 പച്ചമുളക് കൂടെ കീറിയിട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, നമ്മുടെ കോഴി കഷ്ണിച്ച് വെച്ചത്, 2 ഉരുളക്കിഴങ്ങ് അതിനകത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് വലിയ കഷ്ണങ്ങളാക്കി കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പിരിയമുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് വാടിയാൽ നമ്മൾ ഈ ഉള്ളിയുടെ കഷ്ണങ്ങൾ ഇതുപോലെ ഉള്ളി തന്നെയായിട്ട് കാണണം. അതിനു വേണ്ടിയാണ് ഇത് പൊളക്കാതെ എടുത്തേക്കുന്നത്. ആക്കിയിട്ട് കുക്കറിൽ ഈ നാടൻ കോഴിക്ക് നമ്മുടെ മറ്റേ ബ്ലോക്ക് കോഴിയേക്കാൾ ഇച്ചിരി വേവ് കൂടുതലുള്ളതാണ്. അതുകൊണ്ട് കുക്കറിൽ മസാല എല്ലാം ചേർത്ത് റെഡിയാക്കി എടുക്കാനാണ്. ഉപ്പൂടെ കോഴിക്കും കൂടെ ഉള്ള ആവശ്യമായ ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഞങ്ങൾക്ക് വർക്കില്ലാത്ത ദിവസമായതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചെറിയ രീതിക്കൊന്ന് അടിച്ച് പൊളിക്കാമെന്ന് വെച്ചു. കപ്പ പുറത്ത് വേവിക്കാനായിട്ട് പൊളിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ കൊത്തി റെഡിയാക്കി വെക്കണം. ഒരു സമയം നിങ്ങൾ എടുക്കണ്ട. അത് ബാക്കി കുക്കറിനകത്ത് വേവുന്നതുകൊണ്ട് ഇത് പിരിയമുളക് പൊടി 2 സ്പൂണ് ചേർത്ത് കൊടുത്തു. ചിക്കൻ മസാല 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂണ്, വലിയ എരിവ് ചേർക്കുന്നില്ല, ശകലം മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ ഗരം മസാല നമ്മൾ വേകുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കും. കറിവേപ്പില, കുക്കറിന് അടിയിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് കോഴി ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതോട്ട് ഇട്ട് കൊടുക്കാം. വേകാനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. നമ്മുടെ ആ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ കിഴങ്ങ് 2 എണ്ണം കഷ്ണിച്ച് വെച്ചാൽ അതിനകത്ത് വെന്തത് ചേർന്നോളൂ. അടച്ച് വെച്ചിട്ട് ഒരു 6 വിസിൽ അടിച്ച് നമുക്ക് കുക്കർ ഓഫാക്കി വെക്കാം. ഒന്ന് കൊത്തിയെടുക്കാൻ പോവാണ് വേവിക്കാൻ വേണ്ടി.
നമ്മുടെ ടീച്ചർ വിളിച്ചിട്ട് വാങ്ങും. കപ്പ റെഡിയാക്കി കൊത്തി കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നമ്മുടെ ചിക്കൻ നാടൻ കോഴിക്കറി കുക്കറിൽ അടിച്ച് 6 വിസിലടിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ്. കടുക് വറുത്ത തേങ്ങാക്കൊത്തും കൂടെ അതിനകത്ത് മൂപ്പിച്ചിടാൻ ആയിട്ടാണ്. നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. കടുക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അതിനുശേഷം തേങ്ങാക്കൊത്ത്, കറിവേപ്പില ഒന്ന് തുറന്നു വിടുവാണ്. ഒന്ന് ഇളക്കി കൊടുക്കും. തേങ്ങാക്കൊത്ത് മുക്കാലും മൂത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി അതിനകത്തോട്ട് തേങ്ങാക്കൊത്ത് വറുത്തതിനകത്തോട്ട് കുടഞ്ഞിട്ടിട്ടുണ്ട്. ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കും. നമ്മുടെ നാടൻ പൂവൻ കോഴിക്കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല കൊഴുപ്പിന് നല്ല കൊഴുപ്പിന് കിട്ടിയിട്ടുണ്ട്. കൊഴുപ്പിന് വേണ്ടി ഇച്ചിരി തേങ്ങ വറുത്ത അരിച്ചൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഈ ഓഫാക്കാൻ പോവാണ്. നമ്മുടെ കോഴിക്കറി സൂപ്പർ കോഴിക്കറി ഉണ്ടോ റെഡി ആയിട്ടുണ്ട്. ഗ്രഹത്തിന് വേണ്ടി ഞങ്ങളത് ഓടിച്ചിട്ട് ഒരെണ്ണത്തിനെ പിടിച്ചതാണ്. നിങ്ങളുടെ കപ്പ കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ കോഴിക്കറി. കപ്പയും കോഴിക്കറിയും നല്ല അടിപൊളിയാണ്.